Can I have all the friends and our teachers on the chairs, please? Good morning to one and all here. Oruvattam Koodi, or Once More, is organized by the effort of a few of my batchmates. On behalf of these batchmates, I would like to tell a few words about this function. We all belong to the 1992 batch, and this has been organized by, namely by Rajiv, Renju, Pradesh. These were the ones who had taken the initiative to organize this function. And I would like to thank each one of them behind this endeavor. And on behalf of all of my friends, I would like to welcome each and one present here. But it's a tragedy that 4 of our friends who are with us in the 1992 batch, they are no more with us. Can we all stand up in memory of the 4 friends who are with us no more? पिता त्वमेव बन्धु च सखा त्वमेव विद्या द्रविणं त्वमेव सर्वं मम देव त्वमेव सर्वं मम देव We have the welcome speech by Saju. ബഹുമാനപ്പെട്ട ബ്രദർ സെബാസ്റ്റ്യൻ, സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് ശോഭ ടീച്ചർ, ഓമന ടീച്ചർ, ബേണി ടീച്ചർ, രാധാകൃഷ്ണൻ സാർ, മാർട്ടിൻ സാർ, അനിത ടീച്ചർ, മോനിക്കുട്ടി ടീച്ചർ, അസുന്ദ ടീച്ചർ, ശ്രീലത ടീച്ചർ ആൻഡ് എൻ്റെ പ്രിയപ്പെട്ട സഹപാഠികളെ, ഒരു സ്വാഗത പ്രസംഗത്തിന് മുമ്പ് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. ശരിക്കും ബാലുവും ഞാനും പല പ്രാവശ്യം നമ്മുടെ ഒരു ഗെറ്റ് ടുഗദറിനെ കുറിച്ച് ആലോചിച്ചിരുന്നു. പക്ഷേ ഇത് ഒരു ഫുൾ ടൈം പ്രോഗ്രാമായിട്ട് ചാർട്ട് ചെയ്തതിൻ്റെ ഫുൾ ക്രെഡിറ്റ് രാജീവിന് മാത്രമുള്ളതാണ്. രാജീവ് കോഴിക്കോട് ഇരുന്നിട്ടാണ് ഇത് ഫുൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഞാൻ നെറ്റിലിട്ടിരുന്നു, മിക്കവാറും ഇത് കഴിയുമ്പോൾ രാജീവിന് നമ്മൾ വേറൊരു ജോലി അന്വേഷിച്ച് കൊടുക്കേണ്ടി വരും. കാരണം ഹോട്ടലുകാർ ബില്ലെടുത്ത് നോക്കുമ്പോൾ ലൂർദുകൊണ്ടുള്ള കുട്ടികളെ വിളിച്ച ലിസ്റ്റ് മാത്രമേ അതിൻ്റെ അകത്ത് ഉണ്ടാവുള്ളൂ. ഹോട്ടലിലെ ഒരു കസ്റ്റമേഴ്സിനെ, ഒരു സ്റ്റാഫിനെ രാജീവ് കോൺടാക്ട് ചെയ്തതിൻ്റെ ഒരു ഡീറ്റെയിൽസും അതിലുണ്ടാവില്ല. ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലോട്ട് കിടക്കുകയാണ്. എന്നെ ഏൽപ്പിച്ച കർത്തവ്യം എന്ന് പറയുന്നത് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ഈ സ്കൂളിലെ ബ്രദർ ഇൻചാർജ് സെബാസ്റ്റ്യൻ ബ്രദറിനെ ഞാൻ ഈ ഫംഗ്ഷനിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് ശോഭ ടീച്ചറെയും ഞാൻ ഈ ഫംഗ്ഷനിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യേണ്ടത് നമ്മളെ നഴ്സറി സ്കൂളിൽ KG സ്കൂളിൽ പഠിപ്പിച്ച ബേണി ടീച്ചറിനെയാണ്. ടീച്ചറിനെ ഞാൻ ഈ ഫംഗ്ഷനിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യുന്നത് ഓമന ടീച്ചറിനെയാണ്. ടീച്ചറിനെയും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ജോഗ്രഫി സാർ, ഇവിടെ പലരും പറയുന്നുണ്ടായിരുന്നു, പലരുടെ കയ്യിൽ നോക്കിയാലും പല രാജ്യങ്ങളും സാറിൻ്റെ അടിയുടെ പാടായി കിടപ്പുണ്ടെന്ന്. സാറിനെയും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. PT സാർ, മാർട്ടിൻ സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ മാത്സ് ടീച്ചർ അനിത ടീച്ചർ വരൂല എന്ന് വാശി പിടിച്ച ഒരാളാണ്. ടീച്ചറോട് എത്തിയിട്ടുണ്ട്. ടീച്ചറിനെ ഞാൻ ഹാർദവമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മോനിക്കുട്ടി ടീച്ചർ ഇപ്പോൾ സ്കൂൾ പ്രിൻസിപ്പളാണ്. മലയാളം പഠിപ്പിച്ച ടീച്ചറിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്ത അസുന്ദ ടീച്ചറിനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീലത ടീച്ചർ, നമ്മുടെ 6th മാത്സ് ടീച്ചർ. ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ശല്യം ചെയ്തിട്ടുള്ള ടീച്ചർ ശ്രീലത ടീച്ചറായിരിക്കും. കാരണം ടീച്ചർ ആരെ ചീത്ത പറയാനോ ടീച്ചറിനെ അടിക്കാനും പറ്റൂലായിരുന്നു. ടീച്ചറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി ഈ ഫംഗ്ഷനിൽ ഇല്ലാതെ പോയ ഒരാൾ ബ്രദർ ജെയിൽസ്. ഒരുപക്ഷെ നമ്മളെക്കാലം ഇത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് ബ്രദറായിരുന്നു. ബ്രദറിന് വളരെ പെട്ടെന്നുണ്ടൊരു ഇൻകൺവീനിയൻസ് മൂലമാണ് വരാൻ പറ്റാത്തത്. അത് എല്ലാവരെയും അറിയിക്കണം എന്ന് ബ്രദർ രാവിലെയും കൂടി എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നു. അത് നിങ്ങളെല്ലാവരെയും ഞാൻ അറിയിക്കുന്നു. ഇനി ഇവിടെ എത്തിയ എൻ്റെ ഓരോ സഹപാഠികളെയും അവരുടെ മക്കളെയും
ഭർത്താക്കന്മാരെയും ഭാര്യമാരെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. Call upon Reverend Brother Sebastian to light the lamp. ഏറ്റവും സ്നേഹമുള്ള ലൂർദ് മൗണ്ടിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട 92 ബാച്ചിലെ എല്ലാ വിദ്യാർത്ഥികളെ ഇവിടെ കൂടിയിരിക്കുന്ന മറ്റ് വ്യക്തികളെ എല്ലാവർക്കും ഞാൻ ആദ്യമായിട്ട് ഈ ലൂർദ് മൗണ്ടിലേക്ക് ഹാർദവമായൊരു സ്വാഗതം തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ അരുളുന്നത്. കാരണം ഞാൻ 2006 ഇവിടെ സുപ്പീരിയറും മാനേജറുമായിട്ട് ചാർജ് എടുത്തപ്പോഴേക്കും ആദ്യമായിട്ട് ഞാൻ എൻ്റെ മേലധികാരി വെച്ച് പറഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ ഈ സ്കൂളിൽ നിന്നും പഠിച്ച് പോയ ആ കുട്ടികളെ ഒന്ന് കാണാനും അവർക്ക് ഒത്തൊരുമിച്ച് ഒന്ന് കൂടാനുമായിട്ട്, അല്ലാണ്ട് ഒരു ബാച്ച് വൈ ബാച്ചായിട്ടല്ല. അങ്ങനെ ലൂർദ് മൗണ്ടിൻ്റെ തന്നെ ഒരു മക്കളെ നമുക്ക് ഒരുമിച്ച് കൂട്ടാനായിട്ട് തുടങ്ങണമെന്ന് അന്നത്തെ എൻ്റെ മേലധികാരികളായ പ്രൊവിഷനോട് പറഞ്ഞപ്പോഴത്തേക്കും ബ്രദർ അത്ര സ്നേഹം കാണിച്ചില്ല, അതിനൊരു പിന്തുണയൊന്നും തന്നില്ല. പക്ഷേ ജൈൽസ് ബ്രദർ ചാർജ് എടുത്തപ്പോൾ ഞാൻ ആദ്യം ബ്രദറിനോട് പറഞ്ഞു, ബ്രദർ നിരൂപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പഴയ സ്റ്റുഡൻസിനെ എല്ലാവരെയും, അവരിപ്പോൾ പല ജീവിതത്തിൻ്റെ നാനാ തുറകളിലാണ്, അപ്പം അവരെ എല്ലാവരെയും നമ്മുടെ തിരുമുറ്റത്ത് ഒന്ന് തിരിച്ചു കൊണ്ടുവന്ന് അവരുമായിട്ട് ആശയസമയങ്ങൾ നടത്തുവാനായിട്ട് ഒരു സന്ദർഭം കിട്ടുമെന്ന്. പക്ഷെ അത് ഒരു ബാച്ചായിട്ടെങ്കിലും ഇന്നത് ഇതിനു മുമ്പ് കഴിഞ്ഞ വർഷം 1-2 ബാച്ചുകൾ നടത്തി, 98-ലെ ബാച്ച്, 2002-ലെ ബാച്ച് ഒക്കെ നടത്തി. പക്ഷെ അതിനേക്കാളൊക്കെ കൂടുതലായിട്ട് വളരെ മനോഹരമായിട്ടും കുറേയും കൂടി അടുക്കും ചിട്ടയോടും കൂടി ഈ 92ാമത് ബാച്ച് ഇന്നത്തെ ഈ മീറ്റിംഗ് സംഘടിപ്പിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരെയും ഈ ലൂർദ് മാതാവിൻ്റെ തിരുമുറ്റത്തേക്ക് ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പക്ഷെ ഞാൻ യാദൃശ്യമായിട്ട് ഇവിടെ 2-3 വ്യക്തികളെ മാത്രമേ നിങ്ങളുടെ ബാച്ചിൽ ഔപചാരികമായിട്ട് ഡോക്ടർ രഞ്ജുവിനെയാണ് ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുന്നത്. ഞാൻ പനി പിടിച്ച് ഒരു ആശുപത്രിയിൽ, ഇവിടെ ഡോക്ടർ ജോലി ചെയ്യുന്ന ആശുപത്രി ചെന്നപ്പോഴേക്കും ഡോക്ടറിൻ്റെ കൂട്ടുകാരത്തിൽ തന്നെ ഒരാൾ എന്നെ തിരിച്ചറിഞ്ഞു. ബ്രദറെ, ഞാൻ അവിടെ ബെഞ്ചിൽ ഇരിക്കുമ്പോഴേക്കും എന്നോടൊന്ന് ചോദിക്കുകയാണ്, സെബാസ്റ്റ്യൻ ബ്രദറാണോ, ലൂർദ് മൗണ്ടിലെ സെബാസ്റ്റ്യൻ ബ്രദറാണോ ഈ ഇരിക്കുന്നത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതേല്ലോ, എനിക്ക് യാതൊരു പരിചയമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂട്ടുകാരത്തിയാണ് ഡോക്ടർ രഞ്ജു അവിടെ ഇരിക്കുന്നത്. അപ്പം ഞാൻ ഡോക്ടർ രഞ്ജുവിനെ കാണാനാണ് ഞാൻ പോകുന്നത്, ഡോക്ടർ ലൂർദ് മൗണ്ടിൽ പഠിച്ചതാണ് എന്ന് പറയും. പക്ഷേ എനിക്കന്നുണ്ടായ സന്തോഷം എന്ന് വെച്ചാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം നമ്മളറിയാതെ തന്നെ നമ്മൾ ഈ സ്കൂളിൽ നിന്ന് പഠിച്ചു പോയ അനേകം വിദ്യാർത്ഥികൾ നമ്മുടെ സറൗണ്ടിങ്സിൽ നടക്കുമ്പോഴും നമ്മളാരും പരസ്പരം അറിയുന്നില്ല. അപ്പം അങ്ങനെ പരസ്പരം അറിയുവാനും പരസ്പരം സ്നേഹിക്കുവാനും ആശയങ്ങൾ പങ്കുവെക്കുവാനും പറ്റിയ ഒരു സന്ദർഭമാണ് നമ്മുടെ ഈ നിങ്ങൾ കൊടുത്തിരിക്കുന്ന പേര് തന്നെ വളരെ അനുകരണീയമാണ്. അപ്പോൾ ഈ ഓണാഘോഷത്തോടനുബന്ധിച്ച് തന്നെ മനോഹരമായൊരു പൂക്കളമൊക്കെ ഒരുക്കി. അപ്പോൾ ഈ ഓണാഘോഷം അവസരത്തിൽ ഒത്തുകൂടുതൽ ആ ഓണാഘോഷത്തെ പറ്റി ചിന്തിക്കുമ്പോഴേക്കും നമുക്ക് കാണേണ്ട കാര്യം, കാരണം മഹാബലി പാതാളത്തിലേക്ക് വിട്ട അവസരത്തിൽ ചോദിച്ച ഒരു വരമാണ്, വർഷത്തിൽ ഒരിക്കലെങ്കിലും എൻ്റെ പ്രജകളെ കാണുവാനായിട്ടുള്ള വരം എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ഒരു വട്ടം കൂടി ഇവിടെ കൂടുവാനും നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനും അതുവഴി പരസ്പരം നിങ്ങൾ കൂടുതലായിട്ട് ഉത്തമ വ്യക്തികളായിട്ട് ജീവിതത്തിൽ കുറച്ചും കൂടി ആത്മധൈര്യവും അല്ലെങ്കിൽ പരസ്പര വിശ്വാസവും വളർത്തി
മുന്നോട്ട് പോകുവാനായിട്ട് ഒരവസരം ഈ ഓണനാളുകളിൽ നിങ്ങൾ തിരഞ്ഞെടുത്തതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്.